അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ അടുത്ത് എന്നോടൊരു സുഹൃത്ത് കണ്ടു. ആ സുഹൃത്ത് പറയുന്നത് മറ്റൊരു സുഹൃത്ത് എനിക്ക് സലാം പറഞ്ഞ വിവരം പറയുകയാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയും. അതിൻ്റെ മാന്യതകളും സലാമിൻ്റെ ഗുണങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സലാമിൻ്റെ നിയമങ്ങളും ചിലത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തി എന്നോട് പറയാണ്, ഇന്നൊരു വ്യക്തി നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സലാം എന്നെ പറയേണ്ടത് സലാം പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി അദ്ദേഹം സലാം പറയേണ്ടതും അങ്ങനെ തന്നെയാണ്. എനിക്ക് സലാം എങ്ങനെയാണോ അദ്ദേഹം പറയുക, അത് എന്നെ നേരിട്ട് പറയുമ്പോഴും വേറെ ആൾ മുഖേന സലാം പറയുമ്പോഴും പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ്. എവിടെയാണ് നമുക്ക് ഈ വിഷയത്തിലൊക്കെ അബദ്ധം സംഭവിച്ചു പോയത്? ധാരാളം ഇൽമുള്ള ആളുകൾ പോലും അവരുടെ ഫാമിലികളിൽ പോലും ഇങ്ങനെയുള്ളൊരു വിഷയമുണ്ടല്ലോ. എന്തുകൊണ്ട് സലാമിനൊരു കളിയായി മാറി? നിനക്ക് അവരുടെ സലാമുണ്ട് എന്ന് പറയുന്നതിന് പകരം അവരോട് സലാം പറയാൻ പറയുകയും ആ സലാം നീ പറയുമെന്ന് ഏറ്റാൽ അല്ലെങ്കിൽ പറയുമെന്ന് കരുതിയാൽ പറയേണ്ട ഒരു സാഹചര്യത്തെ ആരോടാണോ പറയേണ്ടത് അത് അസ്സലാമു അലൈക്കും, ഇന്ന ആൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും വേണം. അതാണ് ശരിയായ വശം. യുസന്നു ഇർസാലു സലാമി ലിഗായിബി ബിറസൂലിൻ ഔ കിതാബിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കണം. സലാം പറഞ്ഞയക്കൽ സുന്നത്താണ്. നേരിട്ട് ഇല്ലാത്ത ആൾക്കാണല്ലോ പറഞ്ഞു കൊടുത്തയക്കൽ. എങ്ങനെയാണ് കൊടുത്തയക്കുക? ബിറസൂലിൻ ഔ കിതാബിൻ. ഒരാൾ മുഖേനയോ അല്ലെങ്കിൽ എയ്ത്ത് മുഖേനയോ സലാം പറയാം. എയ്ത്തിൽ സലാം പറയില്ലേ ലെറ്ററിലൊക്കെ? ലെറ്റർ പറഞ്ഞാൽ ഇപ്പോൾ തിരിയൂല. ഇപ്പോൾ ലെറ്ററില്ല, വാട്സപ്പിൽ സലാം പറയാറില്ലേ? സലാം പറയുമ്പോൾ സലാം അടക്കണ്ടേ? സലാം അടക്കണം. ആർക്കാ സലാം അടക്കൽ നിർബന്ധമുള്ളത്? സലാം അടക്കൽ ഒരു വ്യക്തിക്കാണ് നിർബന്ധമുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി മടക്കിയാൽ എല്ലാവരുടെയും കാര്യം വീടി. എന്നാൽ മടക്കൽ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതെല്ലാവരും കുറ്റത്തിൽ നിന്ന് വിമുക്തമായി, കുറ്റത്തിൽ നിന്ന് മുക്തിയായി. കാരണം ഫർള് ഐനുമുണ്ട്, ഫർള് കിഫായയുമുണ്ട്. ഇത് ഫർള് കിഫായാണ് സലാം അടക്കൽ. ഒരു സമൂഹത്തോട് ഒരു വ്യക്തി സലാം പറഞ്ഞാൽ ആ സലാം അടക്കൽ ഫർള് കിഫായ ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെങ്കിലും സലാം അടക്കിയാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഒരു വ്യക്തിയും സലാം അടക്കില്ലേ, എല്ലാവരും കുറ്റക്കാരനാവും. വാട്സപ്പിൽ വ്യാപകമായി വരുന്ന സലാമുണ്ട്. ആവശ്യമില്ലാത്തടത്ത് സലാം പറയാതിരിക്കുക. ഡെയിലി ഓരോ ഗ്രൂപ്പിലും വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതൊരു പ്രഹസനമായി മാറരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. സ്നേഹം വർദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സലാമുള്ളത്. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും ഒന്നാണ്. പക്ഷേ അതൊരു പ്രഹസനമായി, നാടകമായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആണും പെണ്ണും സലാം പറയാൻ പാടില്ല. അന്യരായ ആണും പെണ്ണും കണ്ടാൽ സലാം പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഹുക്കുമുകളുണ്ട്. നേരത്തെ അതിൻ്റെ ചില നിയമവശങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ എന്ന് കൂട്ടിമടക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി സലാം കൊടുത്തയക്കുമ്പോഴും പറയേണ്ടത് അങ്ങനെ തന്നെ, അസ്സലാമു അലൈക്കും എന്ന സലാമുണ്ട്, അത് അവരെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, അവരോട് എൻ്റെ സലാം പറയണം. എന്നിട്ട് സലാം പറയണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടക്കണം. ആർക്കും മടക്കണം? ഈ പറഞ്ഞ വ്യക്തിക്കും മടക്കണം. ആരാണോ സലാം പറഞ്ഞ അവർക്കും മടക്കണം. ഫയൽസമുഹു റദ്ദു ഫൗറൻ ബിൽ ലഫ്ലി ഫിൽ അവ്വലി വബിഹി അവിൽ കിതാബത്തി ഫിസ്സാനി. ഇത് രണ്ട് രൂപത്തിലുണ്ട്. എയ്ത്തിൽ സലാം പറഞ്ഞാൽ എയ്ത്തിൽ മടക്കാൻ കഴിയുമ്പോൾ അങ്ങനെ, ഇനി എയ്ത്തിലല്ലാതെ നാവ് കൊണ്ട് മടക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. രണ്ട് രൂപത്തിലെങ്കിലും മടക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ വാട്സപ്പിൽ സലാം പറഞ്ഞാലും മടക്കൽ എങ്ങനെ? എല്ലാവരും കൂടെ മടക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ 256 ആൾക്കാർ, ഇപ്പോൾ 1050 ആൾക്കാരൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ. അത്രയും ആളുകൾ വഅലൈക്കും സലാം എന്നുള്ള സ്റ്റിക്കറോ ഇതൊക്കെ ഇങ്ങനെ ഇടണോ? അതൊന്നും വേണ്ട. ഒരാൾ മടിക്കാൻ മതി.
എല്ലാവരും കേൾക്കുന്നവരും പറയുന്നവരൊക്കെ മടക്കൽ സുന്നത്താണ് എല്ലാവർക്കും. ഒരാൾ മടക്കൽ നിർബന്ധം. ഒരാൾ മടക്കി എന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർ മടക്കൽ സുന്നത്ത്. ആരും മടക്കിയിട്ടില്ല എന്നുള്ള ധാരണയിലാണെങ്കിൽ ഒരാളെങ്കിലും മടക്കിയിട്ടില്ലെങ്കിൽ അത് ഫർള് കിഫായാണ്, പ്രശ്നമാണ്. അപ്പോൾ ഹറാമിൻ്റെ ശിക്ഷ ഉണ്ടാവും. മടക്കണം. ഒരാൾ ടെക്സ്റ്റിലൂടെ സലാം പറഞ്ഞാൽ ടെക്സ്റ്റിൽ തന്നെ മടക്കൽ നിർബന്ധമില്ല. നാവ് കൊണ്ട് മടക്കിയാലും മതി. നാവ് കൊണ്ട് മടക്കി എന്നുള്ളതിൻ്റെ അടയാളമായി വാവ് ഇട്ടാലും വാവും അയിനിട്ടാലും മതി, അല്ലെങ്കിൽ VS ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും എഴുതി വിട്ടാലും മതി. സലാം മടക്കിയിട്ടുണ്ട് കൈ പൊക്കിയാലും മതിയാക്കും. എല്ലാവരും സലാം വോയിസിൽ തന്നെ സലാം മടക്ക നിർബന്ധമില്ല. അങ്ങനെ മടക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മടക്കാം. പക്ഷേ ചില ഗ്രൂപ്പുകൾ സലാം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പിനെ പോലെ തോന്നും. അതിനേക്കാൾ നല്ലത് ആവശ്യം ഉണ്ടാകുമ്പോൾ സലാം പറയാം. വാട്സപ്പിലൊക്കെ ദിനേനെ വന്ന് സലാം പറയുന്നതിനേക്കാൾ നല്ലത് ആവശ്യത്തിന് സലാം പറയാം. ഒരു വിഷയം ഉണർത്താനുണ്ട്, അപ്പോൾ സലാം പറയാം. വെറുതെ ഒരു കാര്യം പറയാനുണ്ട്, അപ്പോൾ സലാം പറയാം. എങ്കിൽ അങ്ങനെ ആവശ്യങ്ങൾക്ക് സലാം പറയാം. വെറുതെ ഒരു സലാം കെടുക്കട്ടെ, ഇങ്ങനെ സലാം കിടന്ന് എന്നിട്ട് വെറുതെ ആ സലാം ഉണ്ട് ആരും മടക്കൂല. അങ്ങനെ ആയി പോകരുത്. സലാം മടക്കൽ നിർബന്ധമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സലാം ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു സൽമാൻ എന്ന് പറഞ്ഞ ഒരാൾ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബൂബക്കർ പറഞ്ഞ ആളാണ് ഇവിടേക്ക് സലാം പറഞ്ഞു വരുന്നത്. സൽമാൻ്റെ സലാം അബൂബക്കർ പറഞ്ഞ ആളാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? അവർക്ക് മടക്കണം, സലാമിനെ മടക്കണം. എങ്ങനെ മടക്കണം? സലാം, അബൂബക്കറാകുന്ന നിങ്ങൾക്കും സൽമാനാകുന്ന അവർക്കും അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ എന്നാണ് ആ സലാമിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം, ഉദ്ദേശം. നോക്കൂ, ഒരു ഫ്രീ ആയ സ്ഥലത്ത്, വിജനമായ പ്രദേശത്ത് ഒരാൾ എത്തിപ്പെട്ടാൽ, പ്രവേശിക്കുകയാണെങ്കിൽ അവർക്കും സലാം പറയൽ സുന്നത്തുണ്ട്. ആരോട് പറയാനാണ്? ആര് മടക്കാനാണ് എന്ന് ചിന്തിക്കേണ്ട. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് അവർ സലാം പറയേണ്ടത്. ആരുമില്ലാത്ത പ്രദേശത്ത് എത്തിപ്പെട്ടാലും അവിടേക്ക് സലാം പറയേണ്ടത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഓക്കെ, അതെന്തിനാണ്? വിജന പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടാവും. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മലായിക്കത്തുകളുണ്ടാവും, മുഅ്മിനീങ്ങളായ ജിന്നുകളുണ്ടാവും, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നല്ല അടിമകളുണ്ടാകും. അങ്ങനെയൊക്കെയാണ് സലാം ചെല്ലേണ്ടത്. വയുസന്നു ഇൻദ തലാഖി സലാമു സുഈരിൻ അലാ കബീരിൻ വമാഷിൻ അലാ വാഖിഫിൻ വറാകിബിൻ അലാ ഗൈരി റാകിബിൻ വഖലീലിൻ അലാ കസീരിൻ. ഇങ്ങനെ സലാമിൻ്റെ നിബന്ധനകൾ ഇമാമിങ്ങൾ കിതാബുകൾ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയം കൂടെ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ.